അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു, മോദിയും അദാനിയും ഇല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമായിരുന്നു. മാത്രമല്ല, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ ചെറുതായിട്ടുള്ള മൈനറായിട്ടുള്ള കുറേ പോർട്ടുകളുണ്ട്. ആ പോർട്ടുകളുടെ വികസനം അത് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് താങ്കൾക്ക് നന്നായിട്ടറിയാം. ഞാൻ ശ്രീ നാണു വിശ്വനാഥിൻ്റെ സംസാരത്തിന് ശേഷം ശ്രീ അനിൽ നമ്പ്യാർ ഇങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കാൻ നിൽക്കുന്ന ഒരു സമയത്താണ് ഇത് ചോദിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഒരു മാസക്കാലം നീണ്ടു നിന്ന് പുസ്തകങ്ങൾ വായിച്ച് പഠിച്ചാൽ കിട്ടുന്നതിനേക്കാൾ ഒരുപാട് പാഠ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സന്തോഷാനുഭൂതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ രാഷ്ട്രീയ ചർച്ച ഇന്നത്തെ ദിവസമെങ്കിലും ശ്രീ നാണു വിശ്വനാഥിന്റെ അഭിപ്രായം മാനിച്ച് അവസാനിപ്പിക്കുക. നമുക്ക് ഒരു പുതു കേരളത്തിനും പുതു ഭാരതത്തിനും പുതു കേരളത്തിനും വേണ്ടിയുള്ള പരിശ്രമം അങ്ങനെയാണ് ഞാൻ ഈ കാര്യത്തിൽ ചർച്ച അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് പിന്നീട് കൂടുതൽ ഇരുന്ന് ചർച്ച ചെയ്യാം. അല്ല, എന്തായാലും കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും അതെ 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 ഒരു സെല്യൂട്ടെങ്കിലും കൊടുക്കുക വക്കീലേ. അല്ല അങ്ങനെയല്ല, ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ കമ്പൽഷൻസ് ആണ്. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഒരു കാലഘട്ടത്തിൽ നിഷേധിക്കുന്നത് മറുകാലഘട്ടത്തിൽ വരുന്നത് അതൊരു സാല്യൂട്ടിന് മാത്രമല്ല. അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ സംസ്ഥാനത്തിന് ഈ പ്രോജക്റ്റ് തന്നു, അത് അനുവദിച്ച് തന്നു. അദ്ദേഹം വേണ്ട എന്ന് മനസ്സിൽ തീരുമാനിച്ചിരുന്നെങ്കിൽ നടക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇത് വേണ്ട, ഇങ്ങനെയൊന്നും വേണ്ട, തൽക്കാലം ഇപ്പൊ കേരളത്തിൽ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നടക്കില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്സ്മാന് തീരുമാനിക്കാൻ കഴിയുമോ? ഇടത് മുന്നണിയിൽപ്പെട്ടവർ അത് അങ്ങനെ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവിന്, ഞാൻ പറയാം, ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ഉള്ള ലീഡർഷിപ്പിന്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് അങ്ങനെയൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതൊക്കെ കോ റിലേറ്റഡ് ആണ്, പരസ്പര പൂരിതമാണ്. ഓക്കെ വക്കീലെ, വളരെ വ്യക്തമാണ്. എന്തായാലും നാണു വിശ്വനാഥ് പറഞ്ഞ കാര്യങ്ങൾ അത് താങ്കളൊന്ന് മനസ്സിൽ വെക്കണം. അതിൽ കൂടുതൽ ആശയവിനിമയം നടത്തണം. ഞാൻ അദ്ദേഹത്തിന് താങ്കളുടെ നമ്പർ കൊടുക്കാം കേട്ടോ. ഇക്കാര്യത്തിൽ പ്രത്യേകം താല്പര്യം എടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ നമ്പർ കൊടുക്കാം.